നമസ്കാരം. പൊളിറ്റിക്കൽ സയൻസിലെ നമ്മുടെ 7ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്ററിന്റെ പേര് ഫെഡറലിസം, അതായത് ഫെഡറലിസം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ഇന്ത്യ ഒരുപാട് ഭാഷകളും സംസ്കാരങ്ങളുമൊക്കെയുള്ള ഇത്രയും വലിയൊരു രാജ്യം എങ്ങനെയാണ് ഒന്നായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതെന്ന്? ആ ചോദ്യത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരമാണ് ഫെഡറലിസം. ഈയൊരു വിശദീകരണം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫെഡറലിസം എന്താണെന്നും അത് ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ നല്ലൊരുത്തരം എഴുതാമെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോ നമ്മൾ ഈയൊരു ഭാഗത്ത് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ആദ്യം തന്നെ എന്താണ് ഈ ഫെഡറലിസം എന്ന വാക്കിന്റെ അർത്ഥം, പിന്നെ അധികാരങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് വിഭജിച്ചിരിക്കുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റിന് കുറച്ച് കൂടുതൽ ശക്തി കൊടുത്തത്, പിന്നെ ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എന്തൊക്കെ തർക്കങ്ങളാണ് സാധാരണ ഉണ്ടാവാറ്, ഏറ്റവും പ്രധാനമായി പരീക്ഷയ്ക്ക് എങ്ങനെ ഒരു ഉത്തരം നല്ല രീതിയിൽ എഴുതാം, അവസാനം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നോർത്തെടുക്കാൻ ഒരു റിവിഷനും ഉണ്ടാകും. ശരി, അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഈ വിഷയം ഇതിനു മുമ്പ് കേട്ടിട്ട് പോലുമില്ലാത്തൊരു കുട്ടിക്ക് പോലും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് വളരെ പതുക്കെ ഓരോന്നായിട്ട് പഠിച്ചു പോകാം. അപ്പോ എന്താണ് ഈ ഫെഡറലിസം? ഈ വാക്ക് കേട്ട് പേടിക്കേണ്ട, ആശയം വളരെ ലളിതമാണ്. ഒരു രാജ്യത്ത് രണ്ട് തരം ഗവൺമെന്റുകൾ ഒരുമിച്ച് ഭരിക്കുന്ന ഒരു സിസ്റ്റം, അത്രയുള്ളൂ. ഒന്ന്, നമ്മുടെ രാജ്യത്തിന് മൊത്തമായിട്ട് ഒരു ഗവൺമെന്റ്, അതിനെയാണ് നമ്മൾ കേന്ദ്ര സർക്കാർ അഥവാ സെൻട്രൽ ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഓരോരോ പ്രദേശങ്ങളിൽ, അതായത് നമ്മുടെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായ ഗവൺമെന്റുകൾ, അതാണ് സംസ്ഥാന സർക്കാർ അഥവാ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് ഗവൺമെന്റുകൾക്കും എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി എഴുതിവെച്ചിട്ടുണ്ട്. ആ അധികാരപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് രണ്ടുപേരും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ, അതായത് ആർട്ടിക്കിൾ 1ൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കുമെന്ന്. ഇവിടെ ഈ യൂണിയൻ എന്ന വാക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു കരാർ ഒപ്പിട്ടുണ്ടാക്കിയ രാജ്യമല്ല ഇന്ത്യ, മറിച്ച് സംസ്ഥാനങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരൊറ്റ യൂണിറ്റാണ് നമ്മുടെ രാജ്യം. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്: ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായൊരു രാജ്യമാകാൻ ഒരു സംസ്ഥാനത്തിനും അനുവാദമില്ല. നമ്മളെല്ലാവരും ഒന്നാണ്, ഒരൊറ്റ രാജ്യമാണ്. അപ്പോ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായും ഒരു സംശയം വരും, ഇവർ തമ്മില് ഈ അധികാരത്തിനു വേണ്ടി അടിയാവില്ലേ? ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയവര് അധികാരങ്ങളെ വളരെ കൃത്യമായിട്ട് വിഭജിച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. നോക്കൂ, നമ്മുടെ ഭരണഘടന വളരെ ഭംഗിയായിട്ട് ഈ അധികാരങ്ങളെ 3 ലിസ്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് യൂണിയൻ ലിസ്റ്റ്. രാജ്യത്തിന്റെ പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, പിന്നെ നമ്മുടെ നോട്ടൊക്കെ അടിക്കുന്ന കറൻസി, ഇങ്ങനെയുള്ള രാജ്യത്തിന് മൊത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിലാണ് വരുന്നത്. ഈ വിഷയങ്ങളിൽ നിയമമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ. രണ്ടാമത്തേത് സ്റ്റേറ്റ് ലിസ്റ്റ്. നമ്മുടെ പോലീസ്, കൃഷി, പഞ്ചായത്തുകൾ പോലുള്ള ഓരോ സംസ്ഥാനത്തിനും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇതിൽ സാധാരണയായി സംസ്ഥാന സർക്കാരുകൾക്കാണ് നിയമമുണ്ടാക്കാൻ അധികാരം. ഇനി മൂന്നാമത്തേത് കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം, വനം, വിവാഹം പോലുള്ള വിഷയങ്ങൾ. ഇതിന്റെ പ്രത്യേകത, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇതിൽ നിയമമുണ്ടാക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്: ഒരേ വിഷയത്തിൽ രണ്ടുപേരും നിയമമുണ്ടാക്കിയാൽ കേന്ദ്രത്തിന്റെ നിയമമായിരിക്കും നിലനിൽക്കുക. ഇനി ഈ 3 ലിസ്റ്റിലും പെടാത്തൊരു പുതിയ കാര്യം വന്നാലോ? പണ്ട് ഭരണഘടന എഴുതിയപ്പോ ഇന്റർനെറ്റൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോ സൈബർ നിയമങ്ങൾ പോലുള്ള പുതിയ വിഷയങ്ങൾ, അതിനെയാണ് റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നിയമമുണ്ടാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഇനി ഇന്ത്യയിലെ ഫെഡറലിസത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തുള്ള മറ്റ് ഫെഡറൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ കുറച്ചു വ്യത്യസ്തമാണ് നമ്മുടേത്. ഇവിടെ സംസ്ഥാനങ്ങളെക്കാൾ കുറച്ചുകൂടി അധികാരം കേന്ദ്ര സർക്കാരിനാണ്. നമ്മൾ പറയും ശക്തമായ കേന്ദ്രമുള്ള ഒരു ഫെഡറലിസം, അഥവാ എ സ്ട്രോങ് സെന്റർ എന്ന്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഇങ്ങനെയൊരു രീതി തിരഞ്ഞെടുത്തത്? അതിന് ചില ചരിത്രപരമായ കാരണങ്ങളൊക്കെയുണ്ട്. അതിന്റെ കാരണം മനസ്സിലാക്കാൻ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചുപോകണം. ഒന്നോർത്തു നോക്കൂ, രാജ്യം വിഭജിച്ചതിന്റെ വലിയ മുറിവുകൾ. എല്ലായിടത്തും ദാരിദ്ര്യം, വിദ്യാഭ്യാസമില്ലായ്മ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പോരാത്തതിന് ബ്രിട്ടീഷുകാർ പോയപ്പോൾ 500-ലധികം വരുന്ന നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ചേരണോ, പാകിസ്ഥാനിൽ ചേരണോ, അതോ ഒറ്റയ്ക്ക് നിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കാനാവാതെ നിൽക്കുകയായിരുന്നു.
ഈ ഒരു സാഹചര്യത്തില് രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ, ചിതറിപ്പോകാതെ നോക്കാൻ ശക്തനായൊരു കേന്ദ്രം വേണമെന്ന് ഭരണഘടനയുണ്ടാക്കിയവർക്ക് തോന്നി. രാജ്യത്തെ എല്ലായിടത്തും ഒരുപോലെ വികസനം കൊണ്ടുവരാനും ശക്തമായൊരു കേന്ദ്രം അത്യാവശ്യമായിരുന്നു. കേന്ദ്രത്തെ ശക്തമാക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ പാർലമെന്റിന്, അതായത് കേന്ദ്രത്തിന് ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തി മാറ്റാനോ പേര് മാറ്റാനോ കഴിയും. വേണമെങ്കിൽ ഒരു സംസ്ഥാനത്തെ രണ്ടായി മുറിച്ച് പുതിയ സംസ്ഥാനങ്ങൾ വരെ ഉണ്ടാക്കാം. 2, അടിയന്തരാവസ്ഥ. രാജ്യത്ത് എമർജൻസി പ്രഖ്യാപിച്ചാൽ പിന്നെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്കൊന്നും വലിയ വിലയുണ്ടാവില്ല. എല്ലാ നിയന്ത്രണവും കേന്ദ്രത്തിന്റെ കയ്യിലാവും. 3, പണം. രാജ്യത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളെല്ലാം, അതായത് നികുതികളെല്ലാം നിയന്ത്രിക്കുന്നത് കേന്ദ്രമാണ്. 4, ഗവർണറാണ്. കേന്ദ്രം നിയമിക്കുന്ന ആളാണ് ഗവർണർ. ഒരു സംസ്ഥാനത്തെ ഭരണം ശരിയല്ലെന്ന് തോന്നിയാൽ ആ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ ഗവർണർക്ക് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാം. അതാണ് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ആർട്ടിക്കിൾ 356. പിന്നെ നമ്മുടെ കളക്ടർമാരിലെ IAS, IPS ഉദ്യോഗസ്ഥർ, ഇവരെയൊക്കെ നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. പക്ഷെ അവർ ജോലി ചെയ്യുന്നത് സംസ്ഥാനങ്ങളിലാണ്. ഇതെല്ലാം കേന്ദ്രത്തെ ശക്തമാക്കുന്നു. ഇപ്പോ ഇങ്ങനെയൊക്കെ അധികാരങ്ങൾ വിഭജിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രം കുറച്ച് സ്ട്രോങ് ആണെങ്കിലും സ്വാഭാവികമായും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലേ? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും ചിലപ്പോൾ സംസ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം തർക്കങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ തർക്കങ്ങളെ നമുക്ക് പ്രധാനമായും 3ആയിട്ട് തിരിക്കാം. 1, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ. 2, ഗവർണറുടെ പങ്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. പിന്നെ 3-ാമത്തേത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ. ഓരോന്നും എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങളുടെ പ്രധാന കാരണം സ്വയം ഭരണം അഥവാ ഓട്ടോണോമി എന്ന ആവശ്യമാണ്. സംസ്ഥാനങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണിത്. ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം വേണം, കുറച്ചുകൂടി അധികാരം വേണം, കൂടുതൽ പണം വേണമെന്നൊക്കെ. കേന്ദ്രം ഞങ്ങളുടെ കാര്യങ്ങളിൽ വെറുതെ വന്ന് തലയിടുന്നു എന്നൊരു പരാതിയും എപ്പോഴും സംസ്ഥാനങ്ങൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗവർണറുടെ പോസ്റ്റ് എപ്പോഴും ഒരു വിവാദ വിഷയമാകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഗവർണറെ നിയമിക്കുന്നത് ഡൽഹിയിലിരിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. പക്ഷെ അദ്ദേഹം വന്നിരിക്കുന്നത് കേരളം പോലൊരു സംസ്ഥാനത്താണ്. അപ്പോ കേന്ദ്രത്തിൽ ഒരു പാർട്ടിയും സംസ്ഥാനത്ത് വേറൊരു പാർട്ടിയുമാണ് ഭരിക്കുന്നതെങ്കിൽ പ്രശ്നമായി. ഒരു സംസ്ഥാനത്തെ ഭരണം ശരിയല്ല എന്ന് ഗവർണർക്ക് തോന്നിയാൽ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് ആ സർക്കാരിനെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യാം. ഇത് കേന്ദ്രം അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊരു വിമർശനം എപ്പോഴുമുണ്ട്. ഇനി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നോക്കാം. അതില് 2 വളരെ പ്രധാനപ്പെട്ടതാണ്. 1, അതിർത്തി തർക്കങ്ങൾ, അതായത് ബോർഡർ പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് മഹാരാഷ്ട്രയും കർണാടകയും തമ്മിൽ ബെൽഗാം എന്ന സ്ഥലത്തിനു വേണ്ടി വർഷങ്ങളായി തർക്കത്തിലാണ്. 2, നദീജല തർക്കങ്ങൾ. ഇത് വളരെ സീരിയസായ പ്രശ്നമാണ്. ഒരു നദി ഒന്നിലധികം സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുമ്പോൾ അതിലെ വെള്ളം ആര് എത്ര ഉപയോഗിക്കണമെന്നതിനെ ചൊല്ലി വലിയ വഴക്കുകളുണ്ടാകും. തമിഴ്നാടും കർണാടകയും തമ്മിൽ കാവേരി നദിയിലെ വെള്ളത്തിനു വേണ്ടിയുള്ള തർക്കം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ശരി, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ഇതൊക്കെ എങ്ങനെ പരീക്ഷയ്ക്കൊരു ഉത്തരമായിട്ട് എഴുതും? അതാണ് അടുത്ത ചോദ്യം. നന്നായി പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അതെങ്ങനെ പേപ്പറിൽ എഴുതുന്നു എന്നതിലാണ് നിങ്ങളുടെ മാർക്കിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കാം. നമുക്ക് ഒരു ഉദാഹരണമെടുക്കാം. ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടാകാൻ സഹായിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകൾ ഏതെല്ലാം എന്നൊരു ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരമെഴുതും? ആദ്യം തന്നെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. രാജ്യത്തിന്റെ ഐക്യം നിലനിർത്താൻ വേണ്ടിയാണ് ഇന്ത്യയിൽ ശക്തമായ ഒരു കേന്ദ്രമുള്ള ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഒരു വരിയിൽ എഴുതുക. അതിനുശേഷം നമ്മൾ നേരത്തെ പഠിച്ച ഓരോ പോയിന്റുകളായിട്ട് എഴുതണം. പാർലമെന്റിന്റെ അധികാരം, അടിയന്തരാവസ്ഥ, സാമ്പത്തിക അധികാരം, ഗവർണറുടെ പങ്ക് എന്നിങ്ങനെ ഓരോന്നും ഓരോ പോയിന്റായി എഴുതുക. അവസാനം ഒരു ചെറിയ കൺക്ലൂഷൻ. മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെയൊരു ഘടനയിൽ ഉത്തരമെഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി ഈ പാഠം പഠിക്കുമ്പോൾ മിക്കവാറും കുട്ടികൾക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്, ചില തെറ്റുധാരണകൾ. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ തെറ്റ് പരീക്ഷയ്ക്ക് സംഭവിക്കില്ല. ഒന്നാമത്തെ തെറ്റ്, സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ വെറും ബ്രാഞ്ചുകൾ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നതാണ്. അത് ശരിയല്ല. സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന തന്നെ നൽകുന്ന സ്വന്തമായി അധികാരങ്ങളുണ്ട്. ആ അധികാര പരിധിയിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്.
രണ്ടാമത്തെ ഒരു വലിയ തെറ്റിദ്ധാരണ സ്വയംഭരണം അഥവാ ഓട്ടോണോമി എന്നും വിഘടനാവാദം അഥവാ സെസഷൻ എന്നതും ഒന്നാണെന്ന് കരുതുന്നതാണ്. ഇത് രണ്ടും രണ്ടാണ്. സ്വയംഭരണമെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി അധികാരം വേണം എന്നാവശ്യപ്പെടുന്നതാണ്. എന്നാൽ വിഘടനാവാദം എന്ന് പറഞ്ഞാൽ രാജ്യത്തു നിന്നും വേർപിരിഞ്ഞു പോകണം എന്ന് പറയുന്നതാണ്. അത് നിയമവിരുദ്ധമാണ്. ഓക്കെ, ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഈ അധ്യായത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഉറപ്പായും പഠിക്കേണ്ടത്, മറന്നുപോകാതെ ഓർമ്മയിൽ വെക്കേണ്ടത് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം. ഇതൊരു ഫൈനൽ റിവിഷൻ പോലെ കണ്ടാൽ മതി. ഈ പറയുന്ന കാര്യങ്ങള് പരീക്ഷയ്ക്ക് പോകുന്നതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായും വേണം. 1. ഫെഡറലിസം എന്നതിന്റെ നിർവചനം. 2. ആ 3 ലിസ്റ്റുകൾ: യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ്. ഓരോന്നിനും 2 ഉദാഹരണങ്ങൾ വെച്ച് പഠിക്കുക. 3. പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളുകൾ: ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, പിന്നെ ആർട്ടിക്കിൾ 356 രാഷ്ട്രപതി ഭരണം. 4. ഇന്ത്യയിൽ എന്തുകൊണ്ടാണൊരു ശക്തമായ കേന്ദ്രം വന്നത് എന്നുള്ള കാരണങ്ങൾ. 5. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങളുടെ പ്രധാന കാരണങ്ങൾ. ഈ 5 കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. നമുക്കൊന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാം, വളരെ പതുക്കെ. ഫെഡറലിസം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരേണ്ടത് ഇതാണ്: കേന്ദ്രവും സംസ്ഥാനവും അധികാരം പങ്കുവയ്ക്കുന്നു. അത്രയുള്ളൂ. ഇനി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് കേട്ടാലോ? ഓർക്കുക, ഒരു സംസ്ഥാനത്തിനും ഇന്ത്യ വിട്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഒന്നാണ്. ശക്തമായ കേന്ദ്രം എന്ന് കേട്ടാലോ? അതെന്തിനാണ്? രാജ്യത്തിന്റെ ഐക്യത്തിനും വികസനത്തിനും വേണ്ടി. ഈ 3 പോയിന്റുകൾ മനസ്സിൽ വെക്കുക. പരീക്ഷയ്ക്കിനി അധികം സമയമില്ല. അതോർത്തൊരു ടെൻഷനും വേണ്ട. കൃത്യമായിട്ടൊരു പ്ലാനോടുകൂടി പഠിച്ചാൽ ഈ പാഠം വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ പരീക്ഷ എഴുതാം. ഞാൻ പറയുന്ന ഈ ഒരു രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കൂ. ഇനിയുള്ള ഒരാഴ്ചത്തെ ഒരു സിമ്പിൾ പ്ലാനാണ്. ആദ്യത്തെ 2 ദിവസം ഈ വിശദീകരണം ഒന്നുകൂടി കേൾക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ചെറിയ നോട്ടുകൾ ഉണ്ടാക്കുക. അടുത്ത 2 ദിവസം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് വായിക്കുക. അതിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. 5ഉം 6ഉം ദിവസങ്ങളിൽ നിങ്ങളുണ്ടാക്കിയ ആ നോട്ടുകൾ മാത്രം വീണ്ടും വീണ്ടും വായിച്ച് പഠിച്ചത് ഉറപ്പിക്കുക. അവസാന ദിവസം പരീക്ഷയുടെ തലേന്ന് എല്ലാം പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കുക. ഇങ്ങനെ പഠിച്ചാൽ ഈ അധ്യായം നിങ്ങൾക്ക് വളരെ എളുപ്പമായി തോന്നും. നന്നായി പഠിക്കുക, ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ.